വയനാട്ടിലെ കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി അഴിമതി തന്നെയാണ്. അഴിമതിയും ഗ്രൂപ്പ് വഴക്കും തന്നെയാണ്. ഗ്രൂപ്പ് വഴക്ക് പലപ്പോഴും അഴിമതിക്കാരെ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗം ലക്ഷ്യം വെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഉണ്ടാകും. നമുക്കറിയാം ഈ ഗ്രൂപ്പ് വഴക്ക് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടികൾ മറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അതായത് നമുക്കറിയാം സഹകരണ മേഖലയിൽ സഹകരണ ബാങ്കുകളിലൊക്കെ നടക്കുന്ന അഴിമതികൾ അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ളത് തന്നെയാണ് അഴിമതിയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. കേവലം 3 നിയോജകമണ്ഡലം മാത്രമാണ് വയനാട്ടിൽ ഉള്ളതെങ്കിൽ പോലും ബാക്കി ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും വളരെ കുറവാണ്. ബാക്കി ഭാഗം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളും എല്ലാം ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ ഡിസംബറിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം അവിടെ ഒരു ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി തന്നെയാണ്. അതായത് ബാങ്കിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി വലിയ തുക കോഴ വാങ്ങുകയും ആ കോഴപ്പണം DCC പ്രസിഡന്റ് ND അപ്പച്ചനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനുമെതിരെയായിരുന്നു പ്രധാനമായിട്ടും. ആ പണം ഇവരാണ് പങ്കിട്ടത്, അല്ലെങ്കിൽ IC ബാലകൃഷ്ണനായിരുന്നു ഈ പണം വാങ്ങിച്ചെന്നുള്ള ആരോപണവുമായി അവരുടെ കുടുംബം രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. ആ പണം തിരികെ കൊടുക്കാൻ ഇന്നും കഴിഞ്ഞില്ല. 2-2.5 കോടിയോളം രൂപയുടെ ബാധ്യത അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം വാങ്ങിയ ആളുകൾക്കൊന്നും യഥാസമയം ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. ജോലി കൊടുക്കാൻ കഴിയാതെ വന്നതോടുകൂടി ആളുകൾ ഈ വിജയനെ ലക്ഷ്യം വെച്ച് വരുന്നു. വിജയന് എത്രയും പെട്ടെന്ന് ജോലി അല്ലെങ്കിൽ പണം തിരികെ തരണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. ഇത് നേതൃത്വത്തോട് പറയുന്നു. ഈ പണം വാങ്ങിയവർ, ഈ വാങ്ങിക്കൊടുത്ത് കൈപ്പറ്റിയ ആളുകൾ പണം തിരികെ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ തിരികെ അതിൽ ND അപ്പച്ചനും IC ബാലകൃഷ്ണനും ഉണ്ടെന്നുള്ളത് ആരോപണമാണ്. അവരാണ് പണം വാങ്ങിച്ചത് എന്നാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു ലോബിയുണ്ട്. ഇത്തരത്തിൽ പണം ഉണ്ടാക്കുന്ന, തട്ടിപ്പ് നടത്തുന്ന, അഴിമതി നടത്തുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മരണത്തിന് ശേഷം ഇപ്പോൾ ജോസ് നെല്ലേടത്തിൻ്റെ മരണം ഏറ്റവും കഴിഞ്ഞ ദിവസമാണ് ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്ത്. ഇതും ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെ, ശക്തമായ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ അഴിമതിയും ഇതിനൊരു കാരണമായി. തങ്കച്ചൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ, അതായത് നമുക്കറിയാം ഈ പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖല കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളതാണ്. കൈപ്പത്തി കണ്ടാൽ മറ്റാർക്കും, ഇനി നിൽക്കുന്നത് ആരായാൽ പോലും, അവരുടെ വേണ്ടപ്പെട്ടവരായാൽ പോലും കൈപ്പത്തി ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച ഒരു കുടിയേറ്റ ജനതയാണ് യഥാർത്ഥത്തിൽ ഈ പുൽപ്പള്ളി മുള്ളംകൊല്ലി ഭാഗങ്ങളിലുള്ളത്. പ്രധാനമായും ഈ തിരുവിതാംകൂറിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കുടിയേറിയ ആളുകളാണ്. പ്രധാനമായും ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ പ്രദേശം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ വിജയൻ്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. അവർ പറയുന്നതിന് നമുക്ക് കഴിഞ്ഞ കുറേയായി താൻ അതിഭീകരമായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. ഇന്നലെ അവര് വിളിച്ചിരുന്നാരെങ്കിലും? എന്നെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടായിരുന്നില്ല? ഇല്ല, ആരും. കോൺഗ്രസിനകത്ത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് വഴക്കും അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പുകളും അതിൻ്റെ ഒരു ഇര തന്നെയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന ജോസ് നെല്ലേടം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തങ്കച്ചൻ, നമുക്ക് തങ്കച്ചനിലേക്ക് പോകണം. തങ്കച്ചൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നും മദ്യവും അതുപോലെ തന്നെ ഈ തോട്ട, നമ്മളെ വെള്ളത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തോട്ട ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജോസ് നെല്ലേടമാണ് ഇത്തരത്തിൽ പോലീസിന് ഒറ്റിക്കൊടുത്ത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഉയർന്നു. ഒപ്പം തന്നെ ഇത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയാവുന്നു. കോൺഗ്രസിലൊരു വിഭാഗം സൈബർ വിഭാഗം ഈ ജോസ് നെല്ലേടത്തിനെതിരെ നിരന്തരമായി സൈബർ ആക്രമണം നടത്തുന്നു. അങ്ങനെ തുടർച്ചയായി കുടുംബത്തിനും അദ്ദേഹത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറി എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ക്യാമ്പയിൻ ഇദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. എന്തായാലും തങ്കച്ചനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം, തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജോസ് നെല്ലേടത്തിനെതിരെ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. അങ്ങനെയാണ് ജോസ് നെല്ലേടം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത്. ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യ നടന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ച വിജയൻ്റെ, അതായത് NM വിജയൻ്റെ മരുമകളായ
പത്മജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത് അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. അടുത്ത ഭരണം പിടിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നതിനിടയിലാണ് കോൺഗ്രസ് ഇത്രത്തോളം പ്രതിരോധത്തിലാവുന്നത്. കോൺഗ്രസിന് ഇനി അടുത്ത ടൈമിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ അതിനൊരു പ്രധാന കാരണം വയനാട്ടിലെ അഴിമതിയും ഗ്രൂപ്പ് വഴക്കുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം എൻ ഡി അപ്പച്ചൻ DCC പ്രസിഡന്റാണ്. അദ്ദേഹം IC ബാലകൃഷ്ണനൊക്കെ നമുക്കറിയാം വയനാട്ടിലെ കോൺഗ്രസിൻ്റെ നെടുന്തൂണുകളാണ്. എൻ ഡി അപ്പച്ചൻ കോൺഗ്രസിൽ അതായത് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മത്സരിച്ച് MLA ആയതാണ്. മത്തായി നൂറനാലായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായി എത്തിയത് ഫാദർ മത്തായി നൂറനാലായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു പുരോഹിതനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ എൻ ഡി അപ്പച്ചൻ അന്ന് ജയിക്കുന്നത്. അത്രത്തോളം കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധങ്ങളും ഇതെല്ലാം നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി MP അവിടെ എത്തുന്നത്. MP ഇപ്പോൾ വയനാട്ടിലുണ്ട്. പക്ഷേ MP പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇവിടെ പ്രതിരോധത്തിലാവുന്നു എന്നുള്ളതാണ്. ഇത് കൃത്യമായി മുതലെടുക്കാൻ LDFന് കഴിയുന്നുണ്ട്, CPM കഴിയുന്നുണ്ട്. MV ജയരാജൻ ഉൾപ്പെടെ പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെതിരെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്താൻ CPM ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് MV ജയരാജന്റെ വാക്കുകളിലേക്കൊന്ന് പോയി വരാം. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. അവര് പാർട്ടിയുടെ ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ആദ്യം പറയട്ടെ, ഞങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കില്ല. തിരുവഞ്ചൂർ പറയുന്ന വഞ്ചനയാണ് കോൺഗ്രസിന്റെ തനിനിറമെങ്കിൽ KPCC പ്രസിഡന്റ് തുറന്നു പറയട്ടെ, ഞങ്ങൾ ആ കുടുംബത്തെ സഹായിക്കില്ല എന്നവർ പറഞ്ഞാൽ, അപ്പോ ആ കുടുംബത്തോട് താല്പര്യമുള്ള മനുഷ്യസ്നേഹികൾ ഒത്തുകൂടും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. BJPയും CPMും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവും. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസിൽ ഉണ്ടാവുന്ന ഇപ്പോൾ ND അപ്പച്ചൻ്റെ ആണെങ്കിലും IC ബാലകൃഷ്ണൻ്റെ ആണെങ്കിലും ഇതിൻ്റെ വ്യത്യസ്ത ഗ്രൂപ്പാണെങ്കിലും അതിൻ്റെ മുമ്പ് PV ബാലചന്ദ്രൻ DCC പ്രസിഡന്റായ സമയത്ത് നമുക്കറിയാം അന്ന് വയനാട് പ്രസ് ക്ലബ്ബിൽ ആഴ്ചയിൽ 2 തവണ വാർത്താ സമ്മേളനം ഉണ്ടാവും. PV ബാലചന്ദ്രനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു തിരുത്തൽ വിഭാഗമായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രധാനമായും അദ്ദേഹത്തിനെതിരെ അന്ന് നീക്കങ്ങൾ നടത്തിയത് PV ബാലചന്ദ്രനെതിരെ, അന്നത്തെ DCC പ്രസിഡന്റായ PV ബാലചന്ദ്രനെതിരെ നീക്കം നടത്തിയത് KK രാമചന്ദ്രൻ മാഷായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്നു. ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കാണ്. ഈ ഗ്രൂപ്പ് വഴക്ക് ചെറിയ തോതിൽ മറ്റുള്ള ജില്ലകളിലോ അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായോ സംസ്ഥാനത്തിനകത്തോ കോൺഗ്രസിൽ നടക്കുന്ന ചെറിയ ഗ്രൂപ്പ് പ്രശ്നങ്ങളല്ല യഥാർത്ഥത്തിൽ. വയനാട്ടിൽ ഇത് വലിയ തോതിൽ തന്നെയുണ്ട്. എതിർ ഗ്രൂപ്പിലുള്ളവനെ എങ്ങനെ തകർത്ത് തരിപ്പണമാക്കാം, അവനെ രാഷ്ട്രീയപരമായിട്ടല്ല സാമ്പത്തികപരമായിട്ടും മറ്റു പലതരത്തിലും അവൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും വരാതെയും പൊങ്ങി വരാത്ത രീതിയിൽ അവനെ എങ്ങനെ തകർക്കാം എന്നുള്ളത് കൃത്യമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഇര കൂടിയാണ് ജോസ് നെല്ലേടം എന്നുള്ളതാണ്. ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഭരണം പോലും കിട്ടില്ല. ഈ വിഷയത്തിൽ ആരാണ് വിജയൻ മരിച്ചത് എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവാണുള്ളത്. എന്തായാലും പ്രതിപക്ഷ നേതാവായാലും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായാലും ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അധോഗതിയായിരിക്കും വയനാട്ടിൽ നിന്നുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.